ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നാടൻ എരുന്ത് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും സമയങ്ങളായത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് എരുന്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കോമൺ ആയിട്ട് പറയുന്നത് കക്കയിറച്ചി എന്നാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ എരുന്ത് എന്നാണ് പറയുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് കളയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് എളുപ്പത്തിൽ കളഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുള്ള ടിപ്പ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുന്നതാണ്. ഇപ്പോൾ ഇത് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് വേസ്റ്റൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത എരുന്ത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതാ എരുന്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണിൽ താഴെയായിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 3/4 ടേബിൾ സ്പൂണോളം ഇടുന്നത്. ഇൻ കേസ് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 1/4 ടേബിൾ സ്പൂണോളം ഇടാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഇപ്പം ഞാനിത് ഇവിടെ മീഡിയം സൈസ് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് എരിവിന് ആവശ്യത്തിന് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് പച്ചമാങ്ങയാണ്. ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. ഇപ്പം ഞാനിതാ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ എരുന്തൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഞാൻ അടുപ്പിലോട്ട് വെക്കുകയാണ്. ഇപ്പം ഞാൻ എന്താ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എന്താ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ എരുന്തൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഞാൻ കറി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു അരപ്പിൻ്റെ പച്ചച്ചുവയ്ക്ക് മാറിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ എരുന്ത് കറിയുടെ തേങ്ങ അരച്ചതൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ എരുന്ത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കക്കിയിറച്ചിയൊക്കെ കിട്ടുന്ന ടൈമിൽ ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായും ഈ ഒരു കറി കൂടി ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.